വെഞ്ഞാറമൂട്ടിലെ കൂട്ടക്കൊലക്കിടയിലും കടം വീട്ടിയ അഫാൻ അമ്മൂമ്മയെ കൊന്ന ശേഷം മാലയെടുത്ത് പണയം വെച്ച് കിട്ടിയ 74,000 രൂപയിൽ 40,000 രൂപ കടക്കാർക്ക് സ്വന്തം അക്കൗണ്ട് വഴി നൽകി. കൊലകൾക്ക് പിന്നിൽ സാമ്പത്തിക പ്രതിസന്ധി എന്ന നിലയിലേക്ക് അന്വേഷണ സംഘവും എത്തുകയാണ്. അതേസമയം ആറ്റിങ്ങൽ ഡിവൈഎസ്പി മഞ്ജുലാലിന്റെ നേതൃത്വത്തിൽ നാളെ മൊഴിയെടുക്കും. വെഞ്ഞാറമൂട് SHO സ്വകാര്യ ആശുപത്രിയിൽ എത്തി ചികിത്സയിലുള്ള ഷെമിയുടെ മെഡിക്കൽ രേഖ പരിശോധിച്ചു. വെഞ്ഞാറമൂട്ടിലെ കൂട്ടക്കൊലയ്ക്കിടയിലും കടം വീട്ടാനുള്ള ശ്രമമാണ് അഫാൻ നടത്തിയതെന്നാണ് കണ്ടെത്തൽ. അമ്മൂമ്മയെ കൊന്ന ശേഷം മാലയെടുത്ത് പണയം വെച്ച് കിട്ടിയ 74,000 രൂപയിൽ 40,000 രൂപ കടക്കാർക്ക് സ്വന്തം അക്കൗണ്ട് വഴി നൽകി. കൊലകൾക്ക് പിന്നിൽ സാമ്പത്തിക പ്രതിസന്ധി എന്ന നിലയിലേക്ക് അന്വേഷണ സംഘം ഇതോടെ എത്തുകയാണ്. അതേസമയം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ രക്ഷപ്പെട്ട് ആശുപത്രിയിൽ കഴിയുന്ന ഷെമിയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ചികിത്സിക്കുന്ന ഡോക്ടർ കിരൺ രാജഗോപാൽ പറഞ്ഞു. പൂർണ്ണമായി അപകടനില തരണം ചെയ്തെന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ലെന്നും പോലീസിന് മൊഴി നൽകാൻ കഴിയുന്ന ആരോഗ്യാവസ്ഥയിലാണെന്നും ഡോക്ടർ രാവിലെ എടുത്തിരുന്നു. അതിൽ തലച്ചോറിലെ നീര് കൂടിയിട്ടില്ല. ഇന്നലത്തെ പോലെ അതേപോലെ തന്നെ തുടരുന്നുണ്ട്. ആളിപ്പോഴും കോൺഷ്യസ് ആണ്, സംസാരിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ അറിയാം, ബന്ധുക്കളെയൊക്കെ അന്വേഷിക്കുന്നുണ്ട്. വൈറ്റൽസ് എല്ലാം സ്റ്റേബിളായി തന്നെ തുടരുന്നുണ്ട്. വേദനയുടെ കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈ പറഞ്ഞ പോലെ രാവിലെ ന്യൂറോ സർജനും എന്ന ടീം കണ്ടിരുന്നു. ഇനി ഇപ്പോഴത്തെ പ്ലാൻ എന്ന് വെച്ചാൽ ഇതേപോലെ കണ്ടിന്യൂ ചെയ്യുക, ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ തന്നെ ഒബ്സർവേഷൻ കണ്ടിന്യൂ ചെയ്യുക. ഒരു 48 മണിക്കൂറിന് ശേഷം സ്കാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് തീരുമാനം. അതേസമയം മൂക്കന്നൂരിലെ വീട്ടിൽ നിന്ന് അഫാന്റെ പെൺസുഹൃത്ത് വെഞ്ഞാറമൂട് ഭാഗത്തേക്ക് പോകുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന അഫാനെ പോലീസ് നിരീക്ഷിക്കുകയാണ്. ആരോഗ്യനില മെച്ചപ്പെട്ട ശേഷം പോലീസ് വിശദമായി ചോദ്യം ചെയ്യും. ജനം, തിരുവനന്തപുരം.